ഓം ശാന്തി. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യോഗവും യോഗയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചിട്ടാണ്. ഒരുപാട് പേരുടെ സംശയം കേൾക്കണ്ടായി. എന്താണ് യോഗ, യോഗം, ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? പലരും വിചാരിച്ചിരിക്കുന്നത് യോഗ തന്നെയാണ് രാജയോഗ, രാജയോഗവും യോഗയും ഒന്നാണ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. യോഗ ശാരീരികമായ ആസനങ്ങളുടെയും മാനസികമായ നിയന്ത്രണങ്ങളുടെയും ചില ശ്വാസതാളങ്ങളുടെയും എല്ലാം ഒരു സമ്മിശ്രണമാണ്. അതാണ് യോഗ. യോഗം എന്നാൽ സംയോജനമാണ്. യോഗം എന്നാൽ ആ പദത്തിൻ്റെ അർത്ഥം സംയോജനം. യോഗം ചേരുക, നമ്മൾ പറയില്ലേ, യോഗം കൂടുക, യോഗം ചേരുക. എന്ത് സംയോജനം? ആത്മാവും പരമാത്മാവും തമ്മിലുള്ള സംയോജനം, പരമോന്നതമായ സംയോജനം. അതാണ് യോഗം. ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രത സംയോജിക്കുകയാണ്. അതാണ് യോഗം. പലരും സംശയം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലല്ലേ ആരോഗ്യമുള്ള മനസ്സിരിക്കൂ? അതായത് നമ്മൾ ശരീരത്തെ മെരുക്കിയെടുത്താലല്ലേ മനസ്സ് മെരുങ്ങുള്ളൂ? ശരീരത്തിൻ്റെ യോഗ ചെയ്താലല്ലേ മനസ്സിന് യോഗം സാധ്യമാകുള്ളൂ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പലർക്കും അങ്ങനെ ഒരു സംശയവുമുണ്ട്. അതുകൊണ്ടാണ് പലർക്കും യോഗം അല്ലെങ്കിൽ യോഗ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരീരം നിലനിൽപ്പില്ലാത്തൊരു സാധനമാണ്, ഏത് നിമിഷവും നശിച്ചേക്കാവുന്ന ഒരു സാധനം. ആ സാധനത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടാണോ സദാ നിലനിൽക്കുന്ന ആത്മാവിന് പൂർണ്ണതയിലേക്ക് എത്താനുള്ള പരിശ്രമം ചെയ്യേണ്ടത്? അസ്ഥിരമായ ഒന്നിൻ്റെ ആധാരത്തിലാണോ സ്ഥിരമായ ആത്മാവ് പരിപോഷിപ്പിക്കപ്പെടേണ്ടത്? ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മനസ്സ് ആരോഗ്യമുള്ളതാകാൻ വേണ്ടി ശരീരത്തെ ആരോഗ്യമുള്ളതാക്കേണ്ടത് ആവശ്യമില്ല. ശരീരം ആരോഗ്യമുള്ളതാകുന്നത് പോലും മനസ്സിൻ്റെ ആരോഗ്യം കാരണത്താൽ തന്നെയാണ്. ഡോക്ടർമാർ പോലും പറയുന്നത് 85% അസുഖങ്ങളും സൈക്കോസൊമാറ്റിക്കാണ്, മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച് ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതാണ്. മനസ്സിലുണ്ടാകുന്ന അടിച്ചമർത്തപ്പെട്ട ദുർവികാരങ്ങളും മനസ്സിനെ അകത്ത് സംഭവിക്കുന്ന പ്രക്ഷോഭങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തെ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ പ്രതികൂലമായി ബാധിക്കുകയും തളർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏത് അസുഖത്തിനും ശരീരത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്വാഗതം ചെയ്യുകയാണ് ദുർബല മനസ്സുള്ള മനുഷ്യർ. അപ്പോൾ ശക്തമായ ശാന്തമായ മനസ്സിൻ്റെ ഉടമസ്ഥർ, അവരുടെ ശരീരം സ്വാഭാവികമായിട്ടും ശക്തവും ശാന്തവുമായിരിക്കും. അപ്പോൾ ശരീരം നന്നാക്കിയിട്ടല്ല മനസ്സ് നന്നാക്കുക, അത് നേരെ തിരിച്ചാണ് നടക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ല, ശരീരം നന്നാക്കാം, അത് ശരീരത്തിന് വേണ്ടി. മനസ്സ് നന്നാകണമെങ്കിൽ ശരീരത്തെ പരിപോഷിപ്പിച്ചേ പറ്റൂ എന്നൊരു പിടിവാശി നമുക്ക് ആവശ്യമില്ല. ഇനി ചിലർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, നമ്മൾ ഈ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ പരമാത്മാവുമായുള്ള സംയോജനം പെട്ടെന്ന് അങ്ങോട്ട് ചെയ്താൽ അതൊരു അബദ്ധമാവില്ലേ? ഇത് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ആസനങ്ങളും മുറകളും പ്രാണായാമങ്ങളും ഇങ്ങനെ പലതും ചെയ്ത് കുറേ സ്റ്റെപ്പുകൾ പിന്നിടുമ്പോഴല്ലേ ഈ ആത്മസാക്ഷാത്കാരത്തിൽ എത്തേണ്ടത് അല്ലെങ്കിൽ ആത്മബോധത്തിലേക്ക് എത്തേണ്ടത് എന്നൊരു സംശയം മറ്റു ചിലർക്കുണ്ട്. കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലുള്ളൊരു സംശയമാണെന്ന് കണക്കാക്കാം. എന്നാൽ ഇതിനെ ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാം. നമ്മൾ പൊതുവെ 2 തരം കുക്കിംഗ് ഹീറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് കണ്ടക്ഷൻ ഹീറ്റർ, മറ്റൊന്ന് ഇൻഡക്ഷൻ ഹീറ്റർ. ഇത് രണ്ടും 2 രീതിയിലാണ് നമുക്ക് പാചകം ചെയ്തു തരുന്നത്. കണ്ടക്ഷൻ ഹീറ്റർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള എല്ലാ കുക്കിങ്ങും കണ്ടക്ഷൻ ഹീറ്ററാണ്. അത് തീ പാത്രത്തെ ചൂടുപിടിപ്പിക്കും, പാത്രത്തിനകത്തെ വസ്തുവിനെ ചൂടാക്കും. അങ്ങനെ നമുക്ക് ആ സാധനം പാചകം ചെയ്ത് കിട്ടും. അങ്ങനെയുള്ള ഹീറ്ററുകൾ നമ്മൾക്ക് സുപരിചിതമാണ്. ഹോട്ട് പ്ലേറ്റുകൾ എന്ന് പറയും. ആ ഹോട്ട് പ്ലേറ്റിന് മുകളിൽ വെച്ച് ആ ഹോട്ട് പ്ലേറ്റ് ചൂടാകുമ്പോൾ അതിൽ സ്പർശിച്ചിരിക്കുന്ന പാത്രം ചൂടാവുകയും അതിനകത്തുള്ള പദാർത്ഥം ചൂടാവുകയും ചെയ്യും. പക്ഷെ നമുക്ക് അനുഭവമാണ്, അത് കുറേ സമയമെടുക്കും, പിന്നെ കുറേ വൈദ്യുതിയെ അപഹരിക്കും.
കുറേ ചൂട് തുടങ്ങിയ സേഫ്റ്റി പ്രോബ്ലംസ്, അത് നിർത്തിവെച്ചു കഴിഞ്ഞാൽ പോലും മണിക്കൂറുകൾ എടുത്തു വെക്കണം ആറണമെങ്കിൽ. ഇങ്ങനെയുള്ള ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുള്ള ഒരു വിഷയമാണ് കണ്ടക്ഷൻ ഹീറ്ററുകൾ. എന്നാൽ ഇൻഡക്ഷൻ ഹീറ്ററുകളാകട്ടെ, അതിന് ചൂടില്ല. അത് തെർമൽ കുക്കറല്ല, ചൂടുപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. അത് ചില തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നേരിട്ട് പാത്രത്തിനകത്തിരിക്കുന്ന വസ്തുവിനെയാണ് ചൂടാക്കുന്നത്. പക്ഷെ ഈ വസ്തു ചൂടാകുമ്പോൾ പാത്രത്തിനകത്ത് പാലാണ്. ആ പാല് തിളയ്ക്കുമ്പോൾ ആ പാലിന്റെ തിളക്കൽ കാരണത്താൽ ഈ പാത്രം ചൂടാകും. പാത്രം ചൂടാകാതെ ഒന്നും ഇരിക്കില്ല. പക്ഷെ ആദ്യം ചൂടാകുന്നത് അകത്തുള്ള വസ്തുവാണ്. അതിന്റെ ചൂട് പാത്രത്തിലേക്ക് പകരുകയാണ്. മറ്റതിൽ എന്ത് സംഭവിക്കുന്നു? പാത്രം ചൂടായിട്ട് വേണം സാധനം ചൂടാകാൻ. അപ്പോൾ ഇൻഡക്ഷൻ ഹീറ്റർ കണ്ടില്ലേ, കൂടുതൽ വേഗത്തിലും കൂടുതൽ സൗകര്യപ്രദവും കൂടുതൽ എനർജി ലാഭവും. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇൻഡക്ഷൻ ഹീറ്ററാണ് കൂടുതൽ ഇന്ന് പ്രചാരത്തിലിരിക്കുന്നത്. ഈ യോഗയും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. യോഗ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ഷൻ ഹീറ്ററാണ്. ശരീരത്തെ മെരുക്കി എടുത്ത് അതിൻ്റെ പ്രഭാവം മനസ്സിലേക്ക് എത്തിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. യോഗം ഇൻഡക്ഷൻ ഹീറ്റിംഗ് പോലെയാണ്. ആദ്യം ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നു. ആത്മാവിന്റെ പരിപോഷണം ശരീരത്തിൽ കാണപ്പെടുന്നു. കാരണം ആത്മാവ് പ്രതിഫലിക്കുന്നതാണ് ശരീരം. ആത്മാവ് എങ്ങനെയാണോ അതുപോലെയാണ് ശരീരം പ്രതിഫലിക്കുന്നത്. ആത്മാവിൻ്റെ ഒരു സ്വഭാവ വിശേഷതകളുടെ റിഫ്ലക്ഷനാണ് ബോഡിയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരീരം നന്നാവുമ്പോഴല്ല ആത്മാവ് നന്നാവുന്നത്. ശരീരം നീറ്റാവുമ്പോഴല്ല ആത്മാവ് നീറ്റാകുന്നത്. ശരീരത്തിന്റെ ശുദ്ധിയല്ല ആത്മാവിന്റെ ശുദ്ധി. ഇത് തിരിച്ചാണ്. നമ്മൾക്ക് വൃത്തിയില്ലെങ്കിൽ നമ്മളുടെ വീട് വൃത്തിയായിട്ട് വെക്കുമോ? നമ്മൾ ഇല്ലല്ലോ. നമ്മൾ വൃത്തിയുള്ള ആളാണ് എന്നുള്ളതിന്റെ ലക്ഷണമാണ് നമ്മുടെ വീട് വൃത്തിയുള്ളതാണെന്നുള്ളത്. ഇതുപോലെ ആത്മാവ് പരിശുദ്ധിയുള്ളതാകുമ്പോൾ മാത്രമേ ആത്മാവ് വസിക്കുന്ന വീടാണ് ശരീരം, താൽക്കാലിക വീട്. ആ ശരീരം പവിത്രവും പരിശുദ്ധവും ആരോഗ്യമുള്ളതാവണമെങ്കിൽ അതിനകത്തുള്ള ആത്മാവിന്റെ നില ആരോഗ്യകരമായൊരു നിലയിലായിരിക്കണം. അതുകൊണ്ട് ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതായത് ശരീരത്തെ പരിപോഷിപ്പിച്ചിട്ടാണോ ആത്മാവിനെ പരിപോഷിപ്പിക്കേണ്ടത്? അതാണോ അതിൻ്റെ മെത്തേഡ്? അങ്ങനെ ആകണമെന്നൊന്നുമില്ല. ആത്മാവിനെ നേരിട്ട് നമുക്ക് പരിപോഷിപ്പിക്കാം. അങ്ങനെ ആദ്യം നമ്മൾ ആത്മാവിലേക്ക് തന്നെ ശ്രദ്ധിച്ചതുകൊണ്ട് അപകടങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. ഗീതയിൽ ഭഗവാനും പറയുന്നത് അത് തന്നെയാണ്. പല പല ഘട്ടങ്ങളിലൂടെ എന്നിലേക്ക് എത്തിച്ചേരാൻ പലരും പരിശ്രമിക്കുന്നു. പക്ഷെ ബുദ്ധിമാന്മാരാകട്ടെ 2 കൈ വിട്ട് എന്നിൽ അഭയം പ്രാപിക്കുന്നു. ഇതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഗീതയിൽ. അവർ 2 കൈയും വിട്ടുന്നു. കുട്ടികൾ കണ്ടിട്ടില്ലേ, വലിയ ഡെസ്കിന് മുകളിലൊക്കെ കയറിയിട്ട് അച്ഛ എന്നെ പിടിച്ചോളെന്ന് പറഞ്ഞ ഒറ്റ ചാട്ടമാണ്. കുട്ടിക്കറിയില്ല അതിൻ്റെ അപകടം, പക്ഷെ അച്ഛനറിയാം. അവർ 2 കൈയും വിട്ട് ചാടുന്ന കുട്ടിയെ ഒരച്ഛനും പിടിക്കാതിരിക്കില്ല. ഇതുപോലെയുള്ള സമർപ്പണമാണ് ഈശ്വരൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ സംരക്ഷിക്കും, പരമപിതാവിൻ്റെ സംരക്ഷണം എനിക്കുണ്ട്. ആ ഈശ്വരൻ ഇരിക്കെ എൻ്റെ ഒരു കൈയിൻ്റെ പിടി പോലും എനിക്ക് ആവശ്യമില്ല. എൻ്റെ 2 കൈകളും ഞാൻ ഈശ്വരനിലേക്കാണ് കൊടുക്കേണ്ടത്. ഈ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള സംയോജനമാണ് യോഗം. ഈ യോഗമാണ് നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഇനി യോഗത്തിൽ തന്നെയുള്ള ഒരു സംശയം കൂടിയും ഇവിടെ അവതരിപ്പിക്കാം. ചിലർക്കുള്ള ഒരു സംശയമാണ്, ഈശ്വരനിലേക്ക് അനവധി വഴികളുണ്ടല്ലോ എന്നൊരു ചോദ്യം പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിലൊരു വഴിയല്ലേ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അനവധി വഴികളിൽ ഒരു വഴിയാണോ? ഒരു വഴിയാകാം. പക്ഷേ ഈ അനവധി വഴികൾ ഒരു വഴിയിലേക്കാണ് എത്തുന്നത്. എന്നിട്ടേ ഈശ്വരൻ്റെ അടുത്ത് എത്തും. ഇത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വഴികളും ഈശ്വരൻ്റെ അടുത്തേക്ക് നേരിട്ട് പോയി മുട്ടുന്നില്ല. ഈശ്വര അന്വേഷകന്മാരുടെ വഴികൾ പലതാണ്. എന്നാൽ ഈ പല പാതകളും ചേർന്ന് ഒരു ദേശീയ പാതയിലെത്തും, മെയിൻ റോഡിലെത്തും. ആ മെയിൻ റോഡ് എവിടേക്കെത്തും? ഈശ്വരനിലേക്കെത്തും. ആ മെയിൻ റോഡാണ് ആത്മബോധത്തിലുള്ള ജീവിതം. ആത്മബോധത്തിലെത്തി ജീവിച്ച ഒരാൾക്ക് മാത്രമേ ഈശ്വരനിലേക്ക് എത്താനുള്ള യോഗ്യത കൈവരിക്കാൻ സാധിക്കൂ. അപ്പോൾ ആ മെയിൻ റോഡ് ഏതാണ്? ആത്മബോധം. ആത്മബോധമാണ് ഒരു യോഗിയുടെ ജീവിതം. അതുകൊണ്ട് അനവധി പാതകളുണ്ട്. അത് ഈ പാതയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈശ്വരനിലേക്ക് നേരിട്ട് അനവധി പാതകളില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രധാന പാതയിലേക്ക് എത്താൻ അനവധി പാതകളുണ്ട്. എന്നാൽ ഈ പ്രധാന പാതയിലേക്ക് എത്തിയ ഒരാൾ പിന്നീട് ഈ അനവധി പാതകൾ തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ദൃഷ്ടി ഈശ്വരനിലേക്ക് മാത്രമാണ്. അവിടെ എത്തുന്നത് വരെയും തൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരമാണ്.
യാത്രയാണ്. ഈ സംശയം ഇപ്പോൾ തീർന്നെന്ന് വിചാരിക്കുന്നു. അപ്പോഴിനി എന്ത് നമ്മൾ ചെയ്യണം? സങ്കോചമോ സംശയമോ ഇല്ലാതെ നിശ്ചയബുദ്ധിയായി ശക്തിശാലിയായ മനസ്സോടുകൂടി സർവേശ്വരനായ ജഗദീശ്വരനായ ആ പരമപിതാവിൻ്റെ സന്താനമാണ് എന്നുള്ള ബോധത്തോടെ ഈശ്വരനുമായി നേരിട്ടൊരു ബന്ധം വയ്ക്കുക. ഒരു ഭിക്ഷക്കാരനെ പോലെ ഈശ്വരന് മുന്നിൽ നിൽക്കാതെ ഈശ്വരനുമായി നേരിട്ടുള്ള ഒരു സംബന്ധം യോജിപ്പിച്ച് യോഗികളായി മാറുവാൻ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം ശാന്തി. രാജയോഗജ്ഞാനം പരമാത്മാനന്ദപ്രകാശിതം. രാജയോഗജ്ഞാനം സർവസർവാത്മഭൂഷണം. രാജയോഗജ്ഞാനം സമസ്തദുരിതമുക്തിതം. രാജയോഗജ്ഞാനം സർവഗുണാർത്ഥസാധകം. രാജയോഗജ്ഞാനം സർവാനന്ദസമ്പൂർണം.